നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എടത്തറയിലാണ്. എടത്തറ സെൻട്രലാണ്. ഇവിടെ വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇന്നിവിടെ ഈ സമയത്ത് നമ്മുടെ കോങ്ങാടം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയായ LDF സ്ഥാനാർത്ഥി ശ്രീമതി ശാന്തകുമാരി MLA സിറ്റി MLA അവർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെ അതിന് വേണ്ടി ഞാൻ ഇവിടെ അവരെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത്. അവരെ കാണാനല്ല, അവരെ ഒരു ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് കൂടുതൽ പരിഗണന, എന്തിന് കൊടുക്കും, എന്തൊക്കെ വികസനം കൊണ്ടുവരും എന്നറിയാൻ വേണ്ടി ഞാൻ ഇവരെ കാണാൻ വന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇപ്പോൾ താങ്കൾ ഇത് രണ്ടാമത്തെ ടൈമുള്ളൂ താങ്കളുടെ. ഇപ്രാവശ്യം ജയിച്ച് കൂടുതൽ പരിഗണന എന്തിനായിരിക്കും കൊടുക്കുന്നത് നമ്മൾ ഇപ്രാവശ്യം? കഴിഞ്ഞ വർഷത്തെ 5 വർഷത്തിൻ്റെ ഒരു വികസനം നമ്മുടെ മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറളിയിലൊക്കെ പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 കോടി രൂപ ചെലവഴിച്ചിട്ട് സിന്തറ്റിക് ട്രാക്ക്, സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ കായിക പ്രതീക്ഷയ്ക്ക് ഒരു ആധുനിക പരിശീലന സംവിധാനം ചെയ്തിട്ടുണ്ട്. പറളി പഞ്ചായത്തിൻ്റെ കിണാവല്ലൂർ റോഡ് 6 കോടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കിഴക്കഞ്ചേരിക്കാവുന്നത് ആ ഭാഗത്ത് നേരെ പോകുന്ന കമ്പ കളിക്കടവ് പാലം 6 കോടി കിഫ്ബി പദ്ധതി അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ നിരവധിയായ സർക്കാർ ഓഫീസുകൾ, മൃഗാശുപത്രി പണി നടന്നുകൊണ്ടിരിക്കുക 60 ലക്ഷമാണ്. അതുപോലെ തന്നെ AE ഓഫീസ് ഇപ്പോൾ ഇവിടെ തന്നെയാണ് 25 ലക്ഷം. ഈ എടത്തറ GUP സ്കൂൾ 1 കോടി. ഇത് തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മണ്ഡലം ഒരു പൊതുവായി കാണുക എന്നുള്ളതാണ്. എന്നാൽ പറളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ ഞങ്ങൾ മനസ്സിൽ കാണുകയാണ്. അതിലൊന്ന് ഉദ്ദേശിക്കുന്നത് പറളി സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ തൊഴിൽ പരിശീലന കേന്ദ്രവും വിപണന കേന്ദ്രവും അതുപോലെ കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെ നിലവിലുള്ള പഴക്കമേറിയതെല്ലാം മാറ്റി അവിടെ ഒന്ന് പുതുക്കി പണിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഒരു അജണ്ടയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രിട്ടീഷ് പാലം അറിയാവുന്നതാണ്. ഒരു ദുരവസ്ഥയെ കിടക്കുന്ന അവസ്ഥ. ബ്രിട്ടീഷ് പാലം ഇന്ന് നമുക്ക് ആളുകൾക്ക് നടക്കാൻ വേണ്ടി കഴിയില്ല, മറിച്ച് അതൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം തന്നെ ബ്യൂട്ടി കോങ്ങാട് എന്ന പ്രോജക്റ്റിൽ 35 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ NOCക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് മൈനർ ഇറിഗേഷൻ്റെ. അതുകൂടി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറ്റാൻ വേണ്ടി കഴിയും. അത് ഓടനൂർ പാലം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ നടപടിയെല്ലാം 14 കോടി രൂപ പാസ്സായി കിടക്കുകയാണ്. അതിൻ്റെ സർവേ നടപടികളെല്ലാം മാറി ഭൂമി ലാൻഡ് അക്വിസിഷൻ നടപടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ നമുക്ക് യൂത്തലയിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കോങ്ങാട് മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനം കൂടി ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ കാണുകയാണ്. അതെല്ലാം ഇതിനടുത്ത ജയിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്നാമത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ തീർച്ചയായും കോങ്ങാട് എന്ന് പറയുന്ന നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ വികസന കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആത്മവിശ്വാസമുണ്ട് കിട്ടുന്നില്ല? തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസമുള്ള, കാരണം കഴിഞ്ഞ 3 ടേമുകളിലായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ് നമ്മുടെ മണ്ഡലം. അതേ ആത്മവിശ്വാസം ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ വരുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ MLA എന്ന നിലയിൽ, സിറ്റിംഗ് MLA എന്ന നിലയിൽ നാം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇപ്രാവശ്യം ശക്തമായ മത്സരം തോന്നുന്നുണ്ട് മാഡത്തിന്? തോന്നുന്നു ശക്തമായ മത്സരം എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. കാരണം എതിരാളികളില്ലാതെ ഒരു രാഷ്ട്രീയ മത്സരം ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശക്തത, അതിനൊരു കുറവ് അങ്ങനൊന്നും കാണുന്നില്ല. എക്കാലത്തും ശക്തമായ മത്സരം, എല്ലാവരും ശക്തരാണ്. എക്കാലത്തും ശക്തമായ മത്സരം തന്നെയാണ്. എതിരാളികൾ രാഷ്ട്രീയ പോരാട്ടത്തിൽ സ്വാഭാവികമായി ഉണ്ടാവും. അത് ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധി എഴുതും എന്ന് തന്നെയാണ്. വേറെ കാര്യം, അവിടെ പറളി പ്രാഥമിക കേന്ദ്രമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ശോധനാവസ്ഥ മാഡത്തിന് അറിയാം, നേരത്തെ അറിയാം. അതിനൊരു പരിഹാരം കാണാൻ സാധിക്കും. പറളി പ്രാഥമിക കേന്ദ്രം ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്ററായി ഉയർത്തിയിട്ടുണ്ട്. CHC ആണ് യഥാർത്ഥത്തിൽ. പക്ഷേ കോങ്ങാട് മണ്ഡലത്തിൽ CHC കേന്ദ്രീകരിക്കുന്നത് കോങ്ങാടാണ്. ഇത് തത്വത്തിൽ ഫാമിലി ഹെൽത്ത് സെൻ്ററാണ്. അതിനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തത് ഗ്രാമപഞ്ചായത്തിൻ്റെ അതുപോലത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ്. അവിടുത്തെ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത 5 വർഷക്കാലം MLA ആയി വരികയാണെങ്കിൽ തീർച്ചയായും അവർ പരിഗണന. ഓക്കെ, താങ്ക് യു. ഇതാണ് കണ്ടില്ല, ഇതാണ് അവരുടെ സിറ്റി MLAയും അതുപോലെ LDF കോങ്ങാട് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥിയ ശ്രീ ശാന്തകുമാരി അവരുടെ നിലപാട്. ജയിച്ചു കഴിഞ്ഞാൽ
പറളി വികസനം കൊണ്ടുവരും, കൂടാതെ കമ്മ്യൂണിറ്റി സെൻറ്റർ നല്ല വികസനം കൊണ്ടുവരും എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇപ്രാവശ്യം നല്ല അതും കൂടാതെ നല്ല ആത്മവിശ്വാസത്തിലാണ് അവർ ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടിയുണ്ട്. എന്തായാലും ഇപ്രാവശ്യം കോങ്ങാട് നിയോജകമണ്ഡലത്തിൽ ആര് ജയിക്കും, ആര് ഭരണം പിടിക്കും, ഇനി ഇവർ തന്നെയാണ് LDF സ്ഥാനാർത്ഥി ശാന്തകുമാരി തന്നെ തുടർ ഭരണം പിടിക്കുമോ എന്ന് കണ്ടറിയാം, കാത്തിരുന്ന് കാണാം.